എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനൂസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു ചെറിയ കപ്പിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഞാനും മോള് മാത്രമേ ഉള്ളതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പരിപ്പ് എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവോളയുടെ പകുതി ഇതുപോലെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകിന് രണ്ടായിട്ട് കീറിയതാണ്. പിന്നെ ഒരു സവോളയുടെ പകുതി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പകുതിയും അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളി, എനിക്കിഷ്ടമാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ്, അതും കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? പകുതി സവോള, ഒരു 5-6 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചതച്ച് വെച്ചതാണ്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് വേണ്ടൂ. അത് പിന്നെ പൊടിയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കടുക്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ പരിപ്പിനെ കഴുകി വൃത്തിയാക്കിയിട്ട് പരിപ്പും ഈ അര സവോളയും ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വയ്ക്കുമ്പം ഒരടി അടിച്ച് ഓഫ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് തുറന്നെടുത്താൽ മതി. വെള്ളത്തിലാക്കിയിട്ട് ഒന്ന് തുറന്നെടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പരിപ്പ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പരിപ്പും പകുതി സവാളയും ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് ഒരു വിസിൽ വരുമ്പം നമ്മൾ ഓഫ് ചെയ്ത് കുക്കറിനെ എയർ കളഞ്ഞ് തുറന്നെടുക്കണം കേട്ടോ. ഇനി കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പരിപ്പ് അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം കുറഞ്ഞ് ആർക്കെങ്കിലും പോയി നിങ്ങൾക്ക് കിട്ടുമ്പോൾ വെള്ളം കുറഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ കാച്ചുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഓക്കെ, നമുക്കിത് കാച്ചാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മുടെ പകുതി സവാളയും 3-4 ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ. നമുക്കിതിനെ ഒന്ന് ഒരു മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറട്ടെ. ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. നമ്മളിതിലോട്ട് ഇത് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ഇട്ടാൽ മതി. കണ്ടെത്താം. ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ട് നമ്മുടെ ഇടിമുളക് ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, ഉണക്കമുളക് പൊടിച്ചത്, ആ ഇടിമുളക് ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. എനിക്കൊക്കെ അതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ ആരും കഴിക്കില്ല അതിട്ട് കഴിഞ്ഞാൽ. ഒട്ടും ഇഷ്ടമല്ല ഇവിടെ ഉള്ളവർക്ക്.
അതുകൊണ്ടാണ് ഈ മുളക് ഇടുന്നത്. അത് അല്ലെങ്കിൽ പകുതി പകുതിയായിട്ട് ഇട്ടാലും മതി. അപ്പോൾ ഞാൻ ഈ മുളക് മാത്രമാണ് ഇടുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും ഇത് നേരത്തെ വെച്ചതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ച കുത്തൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് തീ നല്ല കുറച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. 1 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വയ്ക്കാവേ. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, മതി. ഇനി ഇതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പും സവാളയും പച്ചമുളകും കൂടിയിട്ടാണ് മഞ്ഞൾപ്പൊടി, ഓക്കെ. ഇതൊന്ന് ഇരുന്ന് കുറുകും. അപ്പം കുറച്ച് സമയം കൂടുതലിരിക്കേണ്ടതാണ്. അപ്പം എന്താ പറയുക, ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ഇതിലോട്ട്, ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് ഒന്നുമില്ല, കുറച്ച് നമുക്ക് ആവശ്യത്തിന്. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പം, ജസ്റ്റ് ചെറിയൊരു തിള വരുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ചെറിയ തിള വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കറി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഒരു മുട്ട പൊരിച്ചതും കൂടി കിട്ടിയാൽ വലിയ ഉപകാരം. ഞാൻ നമ്മുടെ പരിപ്പ് കുത്തി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു ബൗളിലോട്ട് ഇട്ട് കാണിച്ചു തരാവേ.